ഇപ്പം നമ്മൾ ഭയങ്കര ഭാരങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസ്ഥലത്തിലേക്ക് കയറി ചെല്ലാം. കർത്താവ് പറയുന്ന മോളെ ആ ഭാരകത ഇത് കിട്ടും, സ്തുതിയുടെ മേലാൽ എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ ലോർഡ് ജീസസ് ഐ ലവ് യു, ഐ പ്രൈസ് യു, ഐ അഡോർ യു. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് ഒരിക്കലും ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇല്ലായിരുന്നു സിസ്റ്റർ, എനിക്ക് ഒരു സന്തോഷവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരെത്രമാത്രം വേദനകളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ ഞാനും കരഞ്ഞുപോയി, എനിക്കും കരച്ചിൽ വന്നു. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പം ഒരാളുടെ പ്രയാസം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും കരച്ചിൽ വന്നു പോകും. അവരോടൊപ്പം ഞാനും കരഞ്ഞുപോയി. കാരണം അത്രത്തോളം ആഴത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ആ ഒരു സഹോദരി കടന്നു പോകുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ദീർഘകാലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രതിസന്ധികളുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രീതികളോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ രീതികളോ പോലും നമ്മളൊന്ന് നോക്കിയാൽ എത്ര വർഷം കഴിഞ്ഞാലും അതിനൊക്കെ ഭേദഗതികൾ വരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ശരിയല്ലേ? ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു ഭേദഗതി വരുത്തുവാൻ, ഒരു മാറ്റം വരുത്തുവാൻ, ഒരു പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ, ഒരു പുതിയ കാര്യം ചെയ്തെടുക്കുവാൻ യെശയ്യാവ് 61 പറയുന്ന പോലെ പീഡിതന്മാരെ വിട്ടയക്കുന്ന, ബന്ധിതന്മാരെ തടവറയിൽ നിന്ന് പുറത്തെടുക്കുന്ന ആ ഒരു വിജ്ഞാപനം, കർത്താവിൻ്റെ പ്രസാദ വർഷത്തിൻ്റെ വിജ്ഞാപനം ഇന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷമായിരിക്കുന്നല്ലോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സന്തോഷത്തോടെ അല്ലെങ്കിൽ ഈ വിജ്ഞാപനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്ന് ഞാൻ സന്തോഷ പുരസ്സരം പറയുകയാണ്. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കുവാനുള്ള സമയം കൂടിയാണ്. കർത്താവ് അതിനുവേണ്ടി എല്ലാവരെയും അധികമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് ഇന്ന് നമുക്കുള്ളത്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ജീവിതത്തിലെ വൈകാരിക മേഖലകളിലും ആത്മീയ മേഖലകളിലും രോഗത്തിലും ദീർഘകാലമായി നിലനിൽക്കുന്ന പോരാട്ടങ്ങളെ മറികടക്കുവാനുള്ള കൃപ കർത്താവെ ഈ വ്യക്തിക്ക് ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ശക്തിയും ബലവും അധികാരവും ദൈവകൃപയും കർത്താവെ ഈ വ്യക്തിയുടെ മേൽ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ ഒന്ന് ഇന്നാണ് നമ്മുടെ ഖത്തറിൽ മീറ്റിംഗ് നടക്കുന്നത്, ദോഹയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നാളെ നമുക്ക് ദുബായിൽ സ്പെഷ്യൽ മീറ്റിംഗ് കൂടി. ഈ 2 മീറ്റിങ്ങിലും പാസ്റ്റർ നെഹമായ വന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ദയവായി അവരോട് ജോയിൻ ചെയ്യാനായിട്ട് പറയുക. ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും, വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. അപ്പോൾ തന്നെ ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ദയവായി കടന്നു വരിക. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. കടന്നു വരിക. എനിക്ക് തോന്നുന്നു അതിശക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർച്ച് മാസത്തിൻ്റെ 1-ാം തീയതി എന്ന് പറയുന്ന ആ ദിവസം, മാർച്ച് മാസത്തിൻ്റെ എന്താണ് പാസ്റ്റർ ഡാമിയൻ പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് പറയുന്നൊരു വലിയ ആകാംക്ഷയൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. നാളെ പ്രസംഗിക്കാൻ പോകുന്നത് എന്താണ് എന്ന് പറയുന്നൊരു ആകാംക്ഷ നിങ്ങൾക്കും കാണും. അതുകൊണ്ട് ദയവായി നേരിട്ട് കടന്നു വരിക. ആർക്കെങ്കിലും കടന്നു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ്, അതിൻ്റെ പ്രോഗ്രാം എല്ലാം തന്നെ ചില ചാനലുകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും ലൈവ് പ്ലാറ്റ്ഫോമിലും ഒക്കെ നിങ്ങൾക്കത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഈ സമയത്ത് വീണ്ടും ഒരുമിച്ച് നമുക്ക് മോർണിംഗ് ഗ്ലോറിയിൽ കാണാം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. എൻ കണ്ണുകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ. എൻ കണ്ണുകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ.
പ്രിയൻ മാറത്തു പൊൻകച്ച കെട്ടിയും നീലയങ്കി ധരിച്ച പ്രിയൻ മാറത്തു പൊൻകച്ച കെട്ടിയും വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി മാസം തീരുകയാണ്. 28-ാം തീയതി ശനിയാഴ്ച ഡിവോഷണൽ ഡയറി എടുക്കുക. അതിൽ ഫോക്കസ് വേർഡ് പ്രൈസ് ബ്രേക്ക് ത്രൂ. കൊള്ളാലോ, വാവ്, പ്രൈസ് ബ്രേക്ക് ത്രൂ. എല്ലാവരും പറയുക, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്യുക. സ്തുതിയിലൂടെ വരുന്ന വിടുതലാണ്. ഹല്ലേലൂയ. സ്തുതിയിലൂടെ വിടുതൽ ഒരുവൻ. അപ്പം നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ബ്രേക്ക് ത്രൂ ഫോക്കസ് വേഴ്സ് നോക്കിയേ. സാം 150 and verse number 6 ആണ്. സങ്കീർത്തനങ്ങൾ 156, ഏറ്റവും അവസാനത്തെ സങ്കീർത്തനം. ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. ശ്വാസമുള്ളതൊക്കെയും ജീവശ്വാസമുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ, അല്ലെങ്കിൽ ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഡെക്ലറേഷൻ നോക്കുക. മൈ പ്രൈസ് ഈസ് എക്സ്പ്ലോസീവ് ടുഡേ. എൻ്റെ സ്തുതി ഇന്ന് സ്ഫോടനാത്മകമാണ്. വാൾസ് ഫോൾ ആൻഡ് ഡോർസ് ഓപ്പൺ ആസ് ഐ വർഷിപ്പ് ദ ലോർഡ്. ഞാൻ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇന്ന് മതിലുകൾ തകരും, വാതിലുകൾ തുറക്കപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നു? ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് വായിക്കണേ, വായിച്ചിട്ട് ചെയ്യുക. പ്രൈസ് ബ്രേക്ക് ത്രൂവിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 4 കാര്യങ്ങൾ പറയും. നമ്പർ 1, പ്രൈസ് ഈസ് എ കമാൻഡ്, നോട്ട് എ സജഷൻ. സ്തുതിക്കുക എന്നുള്ളതൊരു നിർദ്ദേശമല്ല, കൽപ്പനയാണ്. അതായത് ഈ 150-ാം സങ്കീർത്തനത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗം എന്ന് വെച്ചാൽ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, അല്ലെങ്കിൽ ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ് എന്നത് ഈസ് നോട്ട് എ സജഷൻ. അവിടെ പറയുന്നതനുസരിച്ച് ഇഫ് യു ഫീൽ ലൈക്ക് പ്രൈസിങ്, ഇഫ് യു ഹാവ് എ മൂഡ് ടു പ്രൈസ്, യു മേ പ്രൈസ് ഗോഡ്. ആ അർത്ഥത്തിലല്ല പറയുന്നത്. ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. നല്ലത് ശ്വസിച്ചാൽ നന്നായിട്ട് ശ്വസിച്ചു വിട്ടെ. അതുള്ളിടത്തോളം ദൈവത്തെ സ്തുതിക്കട്ടെ എന്നുള്ളത് ഇറ്റ് ഈസ് എ കമാൻഡ്. ശ്വാസമുള്ളതല്ല, ജീവനുള്ളതല്ല, ദൈവത്തെ സ്തുതിക്കട്ടെ. ബൈ ദ വേ,
നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യർ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും എന്നാണ്. ഓക്കെ, ജീവജാലങ്ങൾ, മറ്റുള്ള മനുഷ്യരല്ലാത്ത മൃഗജാതികൾക്ക്, പറവജാതികൾക്ക്, ബാക്കിയുള്ളതൊന്നിനും ആത്മാവില്ലെങ്കിലും അവയെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അറിയാമോ? സകലവും, അതായത് കടലിലുള്ള ജലജന്തുക്കൾ, മത്സ്യങ്ങൾ, അവിടെയുള്ള സ്രാവുകൾ, നീലത്തിമിംഗലങ്ങൾ തുടങ്ങി സകലവും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. സൃഷ്ടിക്കപ്പെട്ട സകലവും ദൈവത്തെ സ്തുതിക്കുന്നു അതിൻ്റെതായ രീതിയിൽ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എന്നാൽ നമ്മെ സംബന്ധിച്ചുള്ള വെർബലൈസ് ചെയ്യാനും ക്രിയേറ്റീവായി പാട്ടുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പരിശുദ്ധാത്മാൻ്റെ ഭാഷകളൊക്കെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ഇസ് എ ഡിസിഷൻ ബിഫോർ ഇറ്റ് ഇസ് എൻ ഇമോഷൻ. ഒരു വൈകാരികമായ ഒന്ന് എന്നതിനപ്പുറത്ത് സ്തുതി ഒരു തീരുമാനമാണ്. നമ്മൾ തീരുമാനിക്കണം, ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇറ്റ് ഈസ് ഒബീഡിയൻസ് ബിഫോർ ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ. സ്തുതിയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട് അല്ലേ? സഭായത്തിലൊക്കെ വരുമ്പോൾ അറിയാം. ഇറ്റ് ഈസ് ഒബീഡിയൻസ് ബിഫോർ ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ. ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ഒരു അനുസരണമാണത് ദൈവത്തെ സ്തുതിക്കാനുള്ളത്. ഹല്ലേലൂയ. ഹീബ്രൂസ് ചാപ്റ്റർ 13 and verse number 15. എബ്രായ ലേഖനം 13:15. ലെറ്റ്സ് കണ്ടിന്യൂലി ഓഫർ ടു ഗാഡ് എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. നമുക്ക് ആകയാൽ നാം നിരന്തരമായി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം, സ്തുതിയുടെ യാഗങ്ങൾ അർപ്പിക്കണം. നിരന്തരമായി ദൈവത്തെ സ്തുതിക്കണം. Psalm 34 verse number 1. I will extol the Lord at all times. His praise will always be on my lips. ദാവീദിൻ്റെ തീരുമാനമാണ്, ഡിസിഷനാണ്. എന്താണത്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും, അല്ലെങ്കിൽ എൻ്റെ അധരങ്ങളിൽ ഇരിക്കും. അത് ദാവീദിൻ്റെ പേഴ്സണൽ ഡിസിഷനാണ്. അങ്ങനെ എത്ര പേർ ഇന്ന് തീരുമാനമെടുക്കുക? അങ്ങനെ തീരുമാനമെടുക്കുന്നവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം, I will bless the Lord at all times. I will praise the Lord at all times. And His praises shall be continually on my lips. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ അധരങ്ങളിൽ അത് നാവിനിരിക്കും. അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ഹല്ലേലൂയ. ഇനി സാം 103 and verse number 1. 103-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ കാണുന്നത് പ്രൈസ് ദ ലോർഡ്, അല്ലെങ്കിൽ പഴയ ഇതിലാണെങ്കിൽ ബ്ലെസ് ദ ലോർഡ് ഓ മൈ സോൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആരോട് പറയുന്നു? ദാവീദ് തന്നെത്താൻ പറയും. ഇപ്പം നമ്മളോട് തന്നെ പറയാം, ബ്ലെസ് ദ ലോർഡ് ഓ മൈ സോൾ എന്ന് പറഞ്ഞാൽ നാം നമ്മോട് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, ഈ പഴയ നിയമത്തിൽ യാഗങ്ങളുണ്ടായിരുന്നു. എല്ലാം യാഗങ്ങളെല്ലാം ത്യാഗങ്ങളാണ്. എഴുതി വെക്കുന്നതൊക്കെ യാഗങ്ങളെല്ലാം ത്യാഗങ്ങളാണ് എന്ന് വെച്ചാൽ അവിടെ ഒരു സാക്രിഫൈസ് എന്നുള്ള വാക്കിൽ തന്നെ ഒരു ത്യാഗം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഹി സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ് ഫോർ ദ നേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്തൊരു മഹാത്മാവാണ് അദ്ദേഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ. സാക്രിഫൈസിൽ ഒരു ത്യാഗമുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ വില കൂടിയ ചിലതല്ലെങ്കിൽ നമുക്ക് ആൻഡ് എവറി സാക്രിഫൈസ് ഇൻവോൾവ്സ് പെയിൻ. അതിനകത്തൊരു വേദനയുണ്ട്, നമുക്ക് അതിനകത്തൊരു കോസ്റ്റ് ഉണ്ട് അല്ലേ, അതിനൊരു വിലയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രൈസ് ബിക്കംസ് പവർഫുൾ വെൻ ഇറ്റ് റൈസസ് ഡെസ്പൈറ്റ് സർക്കംസ്റ്റാൻസസ്. എന്ത് സാഹചര്യമാണോ ആ സാഹചര്യങ്ങൾക്ക് അതീതമായി നാം ദൈവത്തെ സ്തുതിക്കുവാണെങ്കിൽ അതിന് മാറ്റം കൂടുതലാണ്. പറഞ്ഞു മനസ്സിലായിരുന്നോ? സ്തുതിക്കാനും യാതൊരു സാഹചര്യമില്ല. നന്ദി പറയാനുള്ള ഒരു വകുപ്പും നമ്മൾ മാനുഷ്യബുദ്ധി നോക്കിയിട്ട് കാണുന്നത്. എന്നിട്ടും അതാണ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറയുമ്പോൾ പന്നി പൊട്ടിച്ച് കിടക്കുക, കട്ടുമീ വിറക്കുക, ചിൽസ് വരുക. ആ സമയത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ അതിലൊരു സാക്രിഫൈസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ചർച്ചിൽ പോയി സ്വസ്ഥമായിട്ട് കസേരയിലിരുന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം 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 എന്നൊക്കെ പറയുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാണെങ്കിൽ അതിന് വില കൂടുതലാണേ. അതാണ് ദാവീദ് പറഞ്ഞതിൻ്റെ അർത്ഥം. I will praise the Lord
at all times, and his praises shall be continually on my lips. ഞാൻ എൻ്റെ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും, എന്ന് പറഞ്ഞാൽ എപ്പോഴും 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 എൻ്റെ നാവിന്മേൽ ഇരിക്കും. ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഒരു ദൈവം വളരെ ശക്തമായി പതിറ്റാണ്ടുകൾ ഉപയോഗിച്ച ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ളൊരു വലിയൊരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടതെങ്കിൽ, ഞാൻ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് എടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹം പറഞ്ഞാലും അദ്ദേഹം പറയാം, ഇൻ കേസ് ഞാനൊരു സമയത്ത് എൻ്റെ ശരീരം മൊത്തം തളർന്നു പോയി മരിക്കും, കട്ടിൽ കിടക്കുക, എൻ്റെ കഴുത്തിന് താഴേക്കെല്ലാം തളർന്നു പോയാലും എൻ്റെ നാവിന് ചലനശേഷിയുണ്ട്. ഈവൻ അറ്റ് ദാറ്റ് ടൈം വിത്ത് ദാറ്റ് മൂവിങ് ടങ് ഐ വിൽ പ്രൈസ് മൈ ഗോഡ്. എന്നെ ഞെട്ടിച്ചുള്ളത്, ഓ ഇങ്ങനെയുണ്ടോ ഭക്തന്മാർ? പറഞ്ഞു കേട്ടായിരുന്നു. നമുക്കത് പോയിട്ട് എവിടെയെങ്കിലും ഒരു കുരു വന്നാൽ നമ്മുടെ ശ്രുതി സ്വോത്രം എല്ലാം വരണ്ടു പോകുമ്പോൾ തന്നെ എല്ലാം തീർന്നു. ഇതിനാണ് കർത്താവ് ഇത് വരുത്തിയത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് കർത്താവ് എനിക്കിത് വരുത്തിയല്ലോ, ഇതല്ലേ നമ്മുടെ കംപ്ലയിൻറ്റ് ബോക്സായിട്ട് അപ്പം തന്നെ നമ്മൾ മാറും. പക്ഷേ ഈ മനുഷ്യൻ പറയുക, ഞാൻ മൊത്തം തളർന്നു പോയി, നാവിന് മാത്രമേ ചലനശേഷിയുള്ളെങ്കിൽ ആ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ആ നാവ് കൊണ്ട് സ്തുതിക്കുന്നു. ഇൻ സ്ക്രിപ്ചർ പ്രൈസ് ഓഫ്റ്റൻ പ്രൊസീഡഡ് സൂപ്പർനാച്ചുറൽ ഇൻ്റർവെൻഷൻ. പലപ്പോഴും അസാധാരണമായ ചില ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിനു മുൻപ് അതിഭയങ്കരമായൊരു സ്തുതി അർപ്പണം നടന്നിട്ടുണ്ടായിരിക്കും. തിരിച്ചു പറയാം, അതിഭയങ്കരമായ സ്തോത്രവും സ്തുതിയും ആരാധനയും നടക്കുമ്പോൾ അതിൻ്റെ പുറകെ അസാധാരണമായ ചില ദൈവിക ഇടപെടലുകൾ കാണാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് 20:22, 1 ദിനവൃത്താന്തം 20:22 ജിഹോഷഫാത്ത് രാജാവിൻ്റെ കാര്യം എപ്പോഴും പറയാറുള്ള കാര്യം. ആസ് ദ ബിഗാൻ ടു സിംഗ് ആൻഡ് പ്രൈസ്, യുദ്ധത്തിന് പോകുന്ന വഴിക്ക് അവർ സ്തുതിച്ച് പാടി ആർക്കാൻ തുടങ്ങിയപ്പോൾ the Lord set ambushes against their enemies. ശത്രുക്കൾക്കെതിരെ പതിയിരിപ്പുകാരെ അവനിരുത്തി. അവരുടെ പരിപാടി പൊളിഞ്ഞു, അവരുടെ യുദ്ധമൊന്നും നടന്നില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 25-26 എല്ലാവർക്കും അറിയാം. അവിടെ പറയുന്ന Paul and Silas were praying and singing and the prison doors opened. പൗലോസും ശീലാസും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പാടുകയും ചെയ്തപ്പോൾ, പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തപ്പോൾ ജയിലുകളെല്ലാം തുറന്നു. സീക്രട്ട് ചോദിക്കുക പറഞ്ഞ പ്രൈസ് ഇസ് ദ കീ ടു ഓപ്പൺ ക്ലോസ് ഡോർസ്. കേട്ടില്ലല്ലേ? അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് സ്തുതി. വാവ്. Psalm 22 and verse number 3, 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം, 22-ാം സങ്കീർത്തനം മെസ്സിയാനിക് സാമാണ്. അവിടെ പറയുന്നത്, യു ഹാവ് എൻത്രോൺഡ് ഓൺ ദ പ്രൈസസ് ഓഫ് ഇസ്രായേൽ. സ്തുതി, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ. പ്രൈസ് ഇൻവൈറ്റ്സ് ഗോഡ്സ് മാനിഫെസ്റ്റഡ് പ്രസൻസ്. സ്തുതിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു ഓംനി പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ അത് മാനിഫെസ്റ്റഡ് പ്രസൻസ് ആക്കി വെളിപ്പെടുന്ന സാന്നിധ്യമായി മാറുന്നത് എപ്പോഴാണ്? ഈ പ്രൈസ് വരുമ്പോൾ, സ്തുതിക്കുമ്പോൾ സർവസാന്നിധ്യം എന്നറിയപ്പെടുന്ന ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ആളുകൾക്ക് അനുഭവിക്കാം. അയ്യോ ഭയങ്കര ദൈവസാന്നിധ്യം, ഭയങ്കര ദൈവസാന്നിധ്യം ആൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്പർ 3, പ്രൈസ് ഡിക്ലെയർസ് വിക്ടറി ബിഫോർ ദ ബാറ്റിൽ എൻഡ്സ്. യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് സ്തുതി വിജയത്തെ പ്രഖ്യാപിക്കും. യുദ്ധമൊന്നും തീർന്നിട്ടില്ല, അല്ലാതെ കളി കഴിയുമ്പോഴല്ലേ റിസൾട്ട് വരുന്നത്, പരീക്ഷ എഴുതി കഴിയുമ്പോഴല്ലേ റിസൾട്ട് വരുന്നത്, യുദ്ധം അവസാനിക്കുമ്പോഴല്ലേ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് മനസ്സിലാകും. ഇതങ്ങനെയല്ല. സ്തുതിക്കുകയാണെങ്കിൽ, ആർപ്പെടുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതിന് ചിലപ്പോൾ യുദ്ധം തുടങ്ങേണ്ടി പോലും വരില്ല, അതിനു മുമ്പ് തന്നെ വിജയം പ്രഖ്യാപിക്കപ്പെടും. ആ സ്തുതിക്കുന്നവൻ വിജയിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് യഹൂദ മുമ്പിൽ പോകട്ടെ. എപ്പോൾ പാളയം പുറപ്പെടുമ്പോഴും ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് 12 ഗോത്രങ്ങൾ പുറപ്പെടുമ്പോഴും ആദ്യം പോകേണ്ടത് യഹൂദയാണ്. പ്രൈസ് ഈസ് ഫെയ്ത്ത് സ്പീക്കിംഗ് ഇൻ അഡ്വാൻസ്. സ്തുതി എന്ന് പറയുന്നത് മുൻകൂട്ടി സംസാരിക്കുന്ന വിശ്വാസമാണ്. അല്ലെങ്കിൽ മുൻകൂറായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുന്നമേ സ്തുതിക്കാൻ പറ്റൂ. ഉദാഹരണത്തിന് ജെറിക്കോളുടെ കാര്യം നമ്മളെപ്പോഴും പറയാറുള്ളത്, എരിഹോ അതിൻ്റെ കാര്യം പറയാറുള്ളതാണ്. അവർ അവിടെ മിലിറ്ററി സ്ട്രാറ്റജികൾ ഉപയോഗിക്കാതെ, ഇല്ലേ, സാധാരണ
പട്ടാളക്കാരുപയോഗിക്കുന്ന ഒത്തിരി യുദ്ധതന്ത്രങ്ങളുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ അവർ ഒബീഡിയൻ്റായി മൗനമായിട്ട് ആദ്യത്തെ 6 ദിവസവും 7-ാമത്തെ ദിവസവും ഉച്ചത്തിലും ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് വലിയ ജയം അവിടെ ഉണ്ടായത്. ജോഷുവ ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 20 എടുത്ത് നോക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 6 20-ാമത്തെ വചനത്തിൽ, when the people shouted the wall collapsed, ജനം ആർപ്പിട്ടപ്പോൾ മതിൽ തകർന്നടിഞ്ഞ് വീണു. ഐസിയ 61 and verse number 3, യെശയ്യാവിൻ്റെ പുസ്തകം 61:3, a garment of praise instead of a spirit of despair. വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയുടെ മേലാട. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്ന കാര്യമാണ്, പക്ഷേ അത് പറയേണ്ട ആവശ്യമുണ്ട്. എല്ലാ ദിവസവും പറഞ്ഞാലും തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്നാണ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഹെവിനെസ് വരുന്നത്. ഞാൻ പറയുന്ന മനസ്സിലുണ്ട്, കുട്ടികൾ ചിലപ്പോൾ ഒരു ദിവസം സ്കൂളിൽ പോയി നല്ല ഹാപ്പി ആയിട്ട് വരും. പിറ്റേ ദിവസം വരുമ്പോഴേക്കും അവൻ എന്നെ ഇടിച്ചു, ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, എൻ്റെ മാർക്ക് കുറഞ്ഞു പോയി, ഇനി PT സാർ എന്നെ അങ്ങനെ ചെയ്യും. വരുന്നുണ്ട് കുട്ടികൾ. ചില ദിവസം ഭയങ്കര ഹാപ്പി, ചില ദിവസം മിക്കവാറും മൂഡ് ഓഫ് ആയിട്ട് കയറി വരും. ട്യൂഷൻ ടീച്ചർ അങ്ങനെ പറഞ്ഞു, അവൻ എന്നെ ഇതുകൊണ്ട് കൂട്ടി, പരാതികളോ. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരും, പെട്ടെന്ന് നമ്മൾ മാനസികമായിട്ട് അപ്സെറ്റ് ആകാം. അങ്ങനെ അപ്സെറ്റ് ആകുമ്പോൾ എ ഗാർമെൻ്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പെയർ, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, ഒരു കനത്ത ഭാരമുള്ള ഒരു ഹൃദയം, മനസ്സ് എന്നതുപോലെ വരുമ്പോൾ, അകത്ത് ഭാരങ്ങൾ തിങ്ങി നിറയുമ്പോൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഗാർമെൻ്റ് ഓഫ് പ്രൈസ്. ഇപ്പം നമ്മൾ ഭയങ്കര ഭാരങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലും. കർത്താവ് പറയുന്നു, മോളെ ആ ഭാരഗത ഇത് കിട്ടോ, സ്തുതിയുടെ മേലാണ് എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ ലോർഡ് ജീസസ്, ഐ ലവ് യു, ഐ പ്രൈസ് യു, ഐ അഡോർ യു, താങ്ക് യു ജീസസ്. കർത്താവെ, എല്ലാവരും ഒന്ന് സ്തുതിക്കുന്ന കർത്താവ്, താങ്ക് യു ഫാദർ. ഇങ്ങനെ അങ്ങ് അത് സ്തുതിയുടെ മേലാളയാണ്. ഈ സ്തുതിയുടെ മേലാള ഇങ്ങനെ ഇടാൻ തുടങ്ങുമ്പോൾ ഹെവിനെസ് എല്ലാം വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യും. സങ്കീർത്തനം 47:1, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ഷൗട്ട് ടു ഗോഡ് വിത്ത് ക്രൈസ് ഓഫ് ജോയ്. അപ്പോൾ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ഓൾ ഈ പീപ്പിൾ ഷൗട്ട് ടു ഗോഡ് വിത്ത് ദ വോയിസ് ഓഫ് പ്രൈസ് എന്ന് പറയുന്ന പോലെ നമ്മൾ കരഘോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് വർഷിപ്പിന് ഭയങ്കര ഇമ്പാക്റ്റാണുള്ളത്. ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനെങ്കിൽ 2 പേര് ചേർന്ന് സ്തുതിച്ചോട്ടും. പൗലോസും ശീലാസും 2 പേരടങ്ങുന്ന കൊയർ അവരങ്ങ് പാടിയോട് അവിടെ ഉണ്ടായത് ഭൂകമ്പമാണെന്ന് ഓർക്കണേ. അപ്പോൾ 200 പേര് ഒരുമിച്ച് നിന്ന് പാടിയാലോ. നമ്മൾ എല്ലായ്പ്പോഴും ഇവിടെ എല്ലായിടത്തും ഭൂകമ്പം ഉണ്ടാവണമെന്നില്ല, പക്ഷേ സ്പിരിറ്റ് വേൾഡിൽ ചില ട്രമേഴ്സ് ഉണ്ടാവും, സ്പിരിറ്റ് വേൾഡിൽ ചില ഷെയ്ക്ക് ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ ഈ ബൈബിൾ പറയുന്നത് അവിടെ കൈകൾ അടിച്ചുകൊണ്ട്, കരങ്ങൾ അടിച്ച്, ചിലരൊക്കെ ഈ ആരാധന പല സ്റ്റൈലിലുണ്ട്. ഇപ്പോൾ കാത്തീഡ്രൽ ബ്രിങ്ങിങ് അപ്പുള്ള ഒത്തിരി പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പള്ളികളുടെ അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ടവരാണ്. സാധാരണ പള്ളികളിൽ, ക്രിസ്തീയ പല വിഭാഗങ്ങളുടെ പള്ളികളിൽ പള്ളി പണിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള അക്കൗസ്റ്റിക്സാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഗോത്തിക് രീതിയിലും യൂറോപ്യൻ രീതിയിലേക്കാണെങ്കിൽ ഈ പള്ളികൾക്ക് ഒത്തിരി പൊക്കം ഉണ്ടായിരിക്കും. ഭയങ്കര ഉയരത്തിലാണ് പള്ളികൾക്ക്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, ഈവൻ ഹോളി ലാൻഡിലൊക്കെ പോകുന്നത് ഭയങ്കരമായി മുകളിലേക്ക് പോയി അവിടെ ഒരു ചെറിയ ഇങ്ങനെ ഒരു കർവുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ സർക്കിൾ പോലെ വരുന്ന, ഡോം പോലെ വരുന്ന സ്ട്രക്ചറായിരിക്കും. അപ്പോൾ അവിടെ പള്ളിയിലെ അച്ഛനും അവിടെയുള്ള വരുന്ന പ്രാർത്ഥനക്കാരും പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് അക്കൗസ്റ്റിക്സ് ഒന്നുമില്ലാതെ തന്നെ ഭയങ്കരമായൊരു റിവർബും ഒരു എക്കോയിങ് ഒക്കെ ആയിട്ട് ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ അവിടെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്, ഇങ്ങനെയുള്ള കാത്തീഡ്രൽ ബ്രിങ്ങിങ് അപ്പിൽ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്ത് അവിടെ നിങ്ങൾ കണ്ടു ബഹളമൊന്നുമില്ല, വളരെ ശാന്തമായുള്ള ഹിംസ്, കൊയറിൻ്റെ ഒരു പ്രത്യേക ശാന്തമായ രീതിയിൽ നമ്മൾ കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. ഏഞ്ചലിക് വോയിസ് പോലെ തോന്നും. കൂടാതെ ചർച്ച് ഓർഗനും ഒക്കെ കൂടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്
ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ആരും കൈയടിക്കുന്നില്ല. ചിലപ്പോൾ ശാന്തമായ ഭക്തസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്നിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഇറങ്ങിപ്പോരും. പക്ഷേ ഇവിടെ പറയുന്നത് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, കൈകൾ അടിക്കാനാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കാത്തീഡ്രൽ ബ്രിങ്ങിങ് അപ്പിലുള്ള ആളുകൾക്കും ഈ പാട്ട്സ് പാടുകയും ഒക്കെ ചെയ്യുന്ന ആ അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ടവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ബൈബിൾ പറയുന്ന 47-ാം സംഖ്യത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്ന കരഘോഷത്തോടെ ഭൂവാസികളും വലിയ കൈകളടിച്ചാർപ്പോടുകൂടെ ഇവിടെ പറയുന്നത് ഷൗട്ട് ടു ഗോഡ് വിത്ത് ക്രൈസ് ഓഫ് ജോയ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്വർഗത്തിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പഞ്ഞിക്കട്ടി നടക്കുന്ന പോലെ ഇങ്ങനെ ആരോട് സംസാരിക്കാതെ ഇങ്ങനെ മേഘങ്ങളെ കൊഴുകി നടക്കുന്ന പോലെ നടക്കുന്നൊരു അന്തരീക്ഷമാണ് സ്വർഗത്തിലെന്നാണ് നമ്മൾ ധരിക്കാൻ കാരണം. ഞാൻ പറഞ്ഞു തരാം, ബൈബിൾ വായിച്ച് നോക്ക് മക്കളെ. യെശയ്യാവിൻ്റെ പുസ്തകം 6:1 മുതൽ വായിക്കുക. വെളിപാട് പുസ്തകം 4-ാം അധ്യായം മൊത്തം വായിക്കുക, 5-ാം അധ്യായം മൊത്തം വായിക്കുക, 19-ാം അധ്യായം വായിക്കുക. പല അധ്യായങ്ങളെടുത്ത് വായിച്ച് നോക്കുക. അവരാർക്കുന്ന ഉച്ചയാൽ അവിടുത്തെ ദേവാലയം ക്ഷയിക്കുകയുമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ പ്ലാൻ ചെയ്യുവാണ് ഇപ്പോഴേ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ട്രെയിൻഡായിട്ട് പോകും. ഒരു റിഹേഴ്സലെങ്കിലും ആവട്ടെ. കൈയടിക്കുകയും തുള്ളുകയും ചാടുകയും ഷൗട്ട് ചെയ്യുകയും ആർപ്പിടുകയും ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് കോൺഗ്രിഗേഷൻസ് ഉണ്ട്. ബ്ലെസ്സിംഗ് ടുഡേയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബഹളമാണ്. ചില ആളുകൾ ഇങ്ങനെ ഈ കാത്തീഡ്രൽ ബ്രിങ്ങിങ് അപ്പിലുള്ള ചില ആളുകൾ ചിലപ്പോൾ ആദ്യത്തെ ദിവസം പോലെ ഹാർട്ട് അറ്റാക്ക് വരുമെന്നിരിക്കായിരുന്നു. അവിടെ ഞാൻ പറയും, സ്പീക്കറിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറി വെക്കുക. ചില ആളുകൾ പറയും, ഇതൊരു ഒച്ചപ്പാടാണ്, എനിക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടില്ല അങ്ങനെയുള്ളവരുടെ അടുക്കൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറയാം, അങ്കിളെ, ആൻറ്റി, അമ്മച്ചി, സ്പീക്കറൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു കോറിലോട്ട് മാറി നിന്നു, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. പറയാൻ വന്നത്, ബൈബിൾ എങ്ങനെയാണ് പറയുന്നത്, ഉച്ചത്തിൽ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുക. അതിൻ്റെ അർത്ഥം എപ്പോഴും അങ്ങനെ ചെയ്യണോ? വളരെ കൂളായി ശാന്തമായി മിണ്ടാതിരിക്കേണ്ട സമയമുണ്ട്. അങ്ങനെയും ചെയ്യണം. അതും പഠിക്കണം, ഇതും പഠിക്കണം. 4-ാമത്തെ പോയിൻ്റ് കൂടി ആയിരിക്കും, പ്രൈസ് റിലീസസ് ബ്രേക്ക് ത്രൂ പവർ. നമ്മൾ സ്തുതിക്കുമ്പോൾ ഭയങ്കരമായ വിടുതലിൻ്റെ തടസ്സങ്ങളെ തകർക്കുന്ന ശക്തി റിലീസാവും. ബിക്കോസ് പ്രൈസ് ഈസ് സ്പിരിച്വൽ വാർഫെയർ. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീയ യുദ്ധമാണത്. ഇറ്റ് കൺഫ്യൂസസ് ദി എനിമി ആൻഡ് സ്ട്രെങ്തൻസ് ദ ബിലീവർ. എപ്പോഴും നമ്മൾ ഓർക്കണം, ഭയങ്കരമായി നമ്മൾ ആർപ്പിട്ട് സ്തുതിക്കുമ്പോൾ ശത്രുപാളയത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിട്ട് എല്ലാം കൂടി ചെയ്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടും പല തെളിവുകളും ഇടും. കൂടാതെ വിശ്വാസിക്ക് അതിഭയങ്കരമായ ശക്തിയാണ്. ദൈവം ശത്രുക്കളെ ചിതറിക്കുമ്പോൾ സൽമോനിൽ ഹിമം പെയ്യായി. അപ്പോൾ അവിടെ ശത്രുക്കളെ ചിതറിക്കുന്ന രീതിയിൽ അവിടെ കൺഫ്യൂസിങ് ആണ് ശത്രുപാളയത്തിൽ. ഇവിടെ എന്ത് ചെയ്യുക, ഭയങ്കരമായി മഞ്ഞ് പെയ്തിറങ്ങുന്ന പോലെ ശാന്തമായ തണുപ്പിൻ്റെ അന്തരീക്ഷം. വാവ്, നല്ലതല്ലേ? എക്സഡസ് 15:1 എഴുതി വെക്കുക, പിന്നീട് വായിച്ചാലും മതി. പുറപ്പാട് 15:1 മോസസ് ആൻഡ് ഇസ്രായേലൈറ്റ്സ് സാങ് ആഫ്റ്റർ ഡെലിവറൻസ്. മോശ ഇസ്രായേലരും ഡെലിവറൻസ് കിട്ടുകയല്ല, ഭയങ്കരമായ പാട്ടാണ്. 149-ാം സങ്കീർത്തനം 6 മുതൽ 9 വരെ, പ്രൈസ് ഇൻ ദെയർ മൗത്ത്സ് ആൻഡ് എ ഡബിൾ എഡ്ജ് സ്വോർഡ് ഇൻ ദെയർ ഹാൻഡ്സ്. വായിൽ സ്തുതിയും കയ്യിൽ ഇരുവായി തലയുള്ള വാളും. റോമർ 8:37 വായിച്ചു നോക്കണം. ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. ഇതിലൊക്കെ നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കൈനീട്ടാം. കർത്താവ് ഇത് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ സ്തുതിപ്പിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിലൂടെ ശക്തി ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. കൈനീട്ടാണ്. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ കർത്താവേ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വയറിൻ്റെ അകത്ത് എന്ത് രോഗമാണെങ്കിലും, ആന്തരിക അവയവങ്ങൾ വെച്ചാൽ കുടലിലാകാം, ആമാശയത്തിലാകാം, കരളിലാകാം, സ്പ്ലീനിലാകാം, ഗോൾ ബ്ലാഡറിലാകാം, പാൻക്രിയാസിലാകാം, ഓവറിയിലാകാം, മൂമ്പിലാകാം, എവിടെയായാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ അലർജികളും സൗഖ്യമാണ്. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കും. വിടുതൽ കൊടുത്തതിനായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ സൺഡേ ആണ്. എല്ലാവരും ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേയിൽ എത്തിച്ചേരുക. മൺഡേ മോർണിംഗ് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിലൂടെ നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.